വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്? ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഈസ് എ വൺ വേ പേയ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂണിലാറ്ററൽ പേയ്മെൻറ്റ് എന്ന് പറയാം. അതായത് പ്രത്യേകിച്ച് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും ചെയ്യാതെ കിട്ടുന്ന റിവാർഡ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻകം, ഫ്രീ ഇൻകം, അൺപ്രൊഡക്റ്റീവ് ഇൻകം എന്നൊക്കെ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റിന് വിളിക്കാം. നോർമലി നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് സ്കോളർഷിപ്പ്, അല്ലേ? സ്കോളർഷിപ്പ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമുക്ക് ഗവൺമെൻറ് തിരിച്ച് നമുക്ക് തരുന്നു. അപ്പോൾ ഈ സ്കോളർഷിപ്പിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ടോ? ഒന്നും കൊടുക്കുന്നില്ല. ഒരു എക്കണോമിക് ആക്ടിവിറ്റിയോ സർവീസോ ഒന്നും തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നില്ല. സോ സ്കോളർഷിപ്പ് ഈസ് ആൻ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്, ദെർഫോർ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ റിട്ടയർമെൻറ്റ് പെൻഷൻ വളരെ ഫെമിലിയർ ആണ്. പെൻഷൻ എന്ന് പറയുന്നത് ഒരു അൺപ്രൊഡക്റ്റീവ് ഇൻകം ആണ്, അതൊരു ഇതാണ്. ദെൻ ഡൊണേഷൻ ഈസ് ആൾസോ ഒരു അൺപ്രൊഡക്റ്റീവ് ഇൻകം ആണ്. പക്ഷേ വേജ് ഓഫ് എ വർക്കർ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു അൺപ്രൊഡക്റ്റീവ് അല്ല, അല്ലേ? പ്രൊഡക്റ്റീവ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻസർ വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആൻസർ സിമ്പിളായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ ദ സപ്ലൈസ് ഓഫ് മണി ആർ. ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗവൺമെൻറ് ഓഫ് ദ കൺട്രി ഉണ്ട്, ബാങ്കിങ് സിസ്റ്റം ഓഫ് ദ കൺട്രി ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി. ഇപ്പോൾ നോർമലി നമുക്കറിയാം മണി സപ്ലൈ ആരാണ് സപ്ലൈ ഓഫ് മണി ആരാണ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാം. ദെൻ ഇവിടെ ഗവൺമെൻറ് ഓഫ് ദ കൺട്രി, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ 1 rupee കോയിനും നോട്ടൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതായത് ഗവൺമെൻറ് ഓഫ് ദ ഇന്ത്യ ആണ് നമുക്ക് വേണ്ടിയിട്ട് 1 rupee കോയിനും അതുപോലെ നോട്ടും എല്ലാം പ്രിൻ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ബാക്കിയെല്ലാം പ്രിൻ്റ് ചെയ്യുന്നത് ആരാണ്? ബാക്കിയെല്ലാ നോട്ട്സുകളും പ്രിൻ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്കിവിടെ സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്, അല്ലേ? ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ഐഡൻറ്റിഫൈ ദ അതർ നെയിം ഓഫ് ഫോർ മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ വേറൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ പോപ്പുലർ ആണ്. മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് ഇൻകം തിയറി എന്നാണ്. പ്രൈസ് തിയറി, മാർക്കറ്റ് തിയറി, മൈക്രോ തിയറി. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇൻകം തിയറിയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നൗ എ സ്റ്റഡി ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഈസ് ടേംഡ് ആസ്. ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് അല്ല ജനറൽ പ്രൈസ് ലെവൽ. എല്ലാ കമ്മോഡിറ്റിയുടെയും, എൻറ്റയർ കമ്മോഡിറ്റി ഓഫ് ദ ഇക്കണോമിയിലുള്ള മുഴുവൻ കമ്മോഡിറ്റികളുടെയും പ്രൈസ് ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ പ്രൈസ് ലെവൽ. ഈ ജനറൽ പ്രൈസ് ലെവലിൽ ഒരു ഇൻക്രീസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്ലേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്മോഡിറ്റി, ഇഫ് ദ പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി, എക്സ് കമ്മോഡിറ്റി ഓർ വൈ കമ്മോഡിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, വെൻ ദ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അലോൺ ഇൻക്രീസസ്, ഈസ് ഇറ്റ് ടേംഡ് ആസ് ഇൻഫ്ലേഷൻ? നോ, അല്ലേ? ഒരിക്കലും ഏതെങ്കിലും 1-2 കമ്മോഡിറ്റിയുടെ പ്രൈസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാറില്ല. ജസ്റ്റ് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്നേ പറയാറുള്ളൂ. പക്ഷേ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ബാക്കി എല്ലാ കമ്മോഡിറ്റിയുടെയും പ്രൈസ് സൈമിൾട്ടേനിയസ്ലി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താ? ഡീസലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഉടനെ ലോറിക്കാർ, അതുപോലെ ബസ്സുകാരെല്ലാം സമരം നടത്തും. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതിൻ്റെ എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. കാര്യം ഡീസലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട്.
അപ്പോൾ നോർമലി ഇങ്ങനെയുള്ള മാർക്കറ്റിലെ കൺസ്യൂമർ പ്രോഡക്റ്റുകളുടെ എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അത് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ കൺസ്യൂമേഴ്സിന് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സ് വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അവർ ബാർഗെയിനിങ് തുടങ്ങും. ഓട്ടോറിക്ഷക്കാർ അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യാൻ ബാർഗെയിൻ ചെയ്യും. ബസ് ഡ്രൈവർമാരും ബസ്സിലെ ജോലിക്കാരും സമരം തുടങ്ങും. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലേക്കും പിന്നീട് പ്രൈസ് വ്യാപിക്കും. ഇതിനെയാണ് നമ്മൾ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കണം. ഇൻഫ്ലേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തതിലേക്ക് പോവാം അല്ലേ?